ഇനി നമുക്ക് എങ്ങനെയാണ് ടാലി ആപ്പ് യൂസ് ചെയ്ത് വൗച്ചേഴ്സ് എൻട്രി ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മൾ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടല്ലോ ജേർണലൈസ് ചെയ്യാനായിട്ട്. അതിലെ ഫസ്റ്റ് എക്സാമ്പിൾ, ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് വിനയൻ. 2005 April 1 വിനയൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 20,000. അങ്ങനെ ഒരു ജേർണൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ജേർണൽ എല്ലാവരും എടുത്തു വയ്ക്കുക. അത് കഴിഞ്ഞ് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഏതൊക്കെ ലെഡ്ജേഴ്സ് ആവശ്യമുണ്ടെന്ന് നോക്കി ആ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളെ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള ആ ജേർണൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെഡ്ജറാണ് ആവശ്യമുള്ളതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി XYZ എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റേഴ്സ്, വൗച്ചേഴ്സ്, റിപ്പോർട്ട്സ് അങ്ങനെ കാണാം. മാസ്റ്റേഴ്സിലാണ് നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത്, ലെഡ്ജർ എൻട്രി ചെയ്തിരിക്കുന്നത് അക്കൗണ്ട് മാസ്റ്റേഴ്സിൽ. അക്കൗണ്ട് മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാമ്പിളിൽ ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകളാണിത്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് നിങ്ങൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡ് ഓൾറെഡി ഡിഫോൾട്ടായിട്ടുള്ളതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഡിഫോൾട്ട് ഉള്ളതാണ്. അപ്പോൾ വിനയൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള ലെഡ്ജർ ചെയ്തു. മെഷീനറി അക്കൗണ്ട് ചെയ്തു. സാലറി വരുന്നുണ്ട്, റെൻ്റ് അക്കൗണ്ട് വരുന്നുണ്ട്, കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും അക്കൗണ്ടുകളാണ് നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ലെഡ്ജർ നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷമാണ് വൗച്ചർ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൗച്ചർ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും പഴയ സ്ക്രീനിലേക്ക് വരിക. അതിൽ മാസ്റ്റേഴ്സ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ലെഡ്ജറിലേക്ക് പോയത്. അതിന് പകരം വൗച്ചേഴ്സ് എടുക്കുക. വൗച്ചർ എടുത്തു കഴിയുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, അക്കൗണ്ടിങ് വൗച്ചറും ഇൻവെൻട്രി വൗച്ചറും. അതിൽ ആദ്യത്തെ അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. അപ്പോൾ പല ടൈപ്പ് വൗച്ചേഴ്സ് നമ്മൾ പഠിച്ചില്ലേ, അത് കാണിക്കും. അതായത് റെസിപ്റ്റ്, പേയ്മെൻറ്റ്, ജേർണൽ, കോൺട്രാ, സെയിൽസ്, പർച്ചേസ്. ഈ 6 കാറ്റഗറിയിലാണ് നമ്മൾ ഈ വൗച്ചേഴ്സ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എടുക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ 2005 April 1 ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു വിനയൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റും. ഇത് ഏത് വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കിയേ. ഇതിൽ പർച്ചേസോ സെയിൽസോ ഉണ്ടോ? ഇല്ല. ഇതിലെന്താണുള്ളത്? ക്യാഷ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റാണ്, കാശ് വന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിലേക്ക് കാശ് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെവിടെ എൻ്റർ ചെയ്യേണ്ടത്? റെസിപ്റ്റിലാണ് എൻ്റർ ചെയ്യേണ്ടത്. റെസിപ്റ്റ് എടുക്കുക. റെസിപ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ക്രെഡിറ്റ് എന്നുള്ളത്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മളോട് ഡേറ്റ് ആണ് ചോദിക്കുക. നമ്മുടെ ഇവിടുത്തെ ഡേറ്റ് 2005 April 1 ആണ്. അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ 2005 April 1 തുടങ്ങിയുള്ളത് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഡേറ്റ് മാറ്റി കൊടുക്കുക. 2005 April 1 സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് ടു, അതായത് ക്രെഡിറ്റ് ഏത് അക്കൗണ്ടാണെന്നാണ് ഇനി കൊടുക്കേണ്ടത്. അപ്പോൾ CR എന്നല്ലേ അവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ ടു, രണ്ടും ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് ആണ്. ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഏതാ? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ആ പ്ലസ്സിലല്ല കേട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ആ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജറുകളൊക്കെ കാണിക്കും. അതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇനി ബൈ അല്ലെങ്കിൽ ഡെബിറ്റ്, ഏത് അക്കൗണ്ടിലേക്കാണ് അത് ഡെബിറ്റ് ആയത്? ക്യാഷ് അക്കൗണ്ടിലേക്കല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 2 അക്കൗണ്ടുകളും സെലക്റ്റായി. എമൗണ്ട് കൊടുക്കണം. എത്ര എമൗണ്ടാണ്? 20,000.
20,000 കൊടുത്തു. നരേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിനെപ്പറ്റി എന്തെങ്കിലും എഴുതണമെങ്കിലാണ് നമുക്കവിടെ നരേഷൻ വേണമെങ്കിൽ കൊടുക്കാം. വിനയൻ സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനാണ് നരേഷൻ യൂസ് ചെയ്യുന്നത്. വിജയൻ എന്നായിപ്പോയി, സാരില്ല. വിനയൻ സ്റ്റാർട്ടഡ് ബിസിനസ്. അപ്പോൾ ഇത് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെഡ്ജർ അവിടെ സേവായി. ഇനി ഓട്ടോമാറ്റിക്കലി അത് റെസിപ്റ്റിൽ തന്നെ വന്ന് നിൽക്കുക. അപ്പോൾ അടുത്തതും റെസിപ്റ്റ് തന്നെയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ ഏതാ? ഇതേ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഏതാ? April 2 പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ആണ്. അപ്പോൾ നമുക്ക് റെസിപ്റ്റിലാണോ അത് എൻ്റർ ചെയ്യേണ്ടത്? അല്ല. അപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തത് ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് വൗച്ചേഴ്സിലേക്ക് തന്നെ എത്തും. ഇനി വരുന്നത് ഏതാ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റും ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റും ആണ് അല്ലേ? അപ്പോൾ അത് ഏതിലാണ് എൻ്റർ ചെയ്യുക? പർച്ചേസ് അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതിലാണ് എൻ്റർ ചെയ്യുക? പർച്ചേസിൽ. പർച്ചേസ് എടുത്തു. പർച്ചേസ് എടുത്തതിന് ശേഷം നമുക്ക് വൗച്ചർ ആഡ് ചെയ്യാം. വൗച്ചർ എടുത്തു. ഇതിൽ ഡേറ്റ് കാണിച്ചിരിക്കുന്നത് 17/9 അപ്പോൾ അത് മാറ്റി കൊടുക്കണം. ഡേറ്റ് 2005. ഇത് ഓരോന്നിലും മാറ്റണം. April 2. ഓക്കെ. ദെൻ പർച്ചേസാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ടി ഓർ ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് എന്തായാലും ഡെബിറ്റാണ് അല്ലേ? ഇനി അത് കടമായിട്ടാണെങ്കിൽ പാർട്ടിയുടെ അക്കൗണ്ട് കൊടുക്കണം. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്ത് അക്കൗണ്ടാണ്? ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ദെൻ പർച്ചേസ് അക്കൗണ്ട് അവിടെ ഓൾറെഡി പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്യുക. എത്ര എമൗണ്ടാണ് അവിടെ വരുന്നത്? 5,000 ആണ് എമൗണ്ട് വരുന്നത്. ആ 5,000 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. പിന്നെ ടാക്സിൻ്റെ കാര്യങ്ങളാണ് താഴെ ചോദിക്കുന്നത്. അതൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയും നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാം. നരേഷനിൽ ക്യാഷ് പർച്ചേസ് എന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, കുഴപ്പമില്ല. ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സേവ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് സേവായേ. ഇനി വീണ്ടും ബാക്ക് അടിക്കുക. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത ട്രാൻസാക്ഷൻ അവിടെ വന്നു കേട്ടോ പർച്ചേസിൽ. അടുത്തത് ഏതാണ്? മൂന്നാമത്തെ കാറ്റഗറി മെഷീനറി അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഫിക്സഡ് അസറ്റ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ് അല്ലേ? മെഷീനറി അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതിൽ എൻ്റർ ചെയ്യും? പർച്ചേസ് അതിൽ വന്നിട്ടില്ല. നമ്മൾ സാധനം വാങ്ങിച്ചിരിക്കുകയാണ്, പക്ഷെ അത് പർച്ചേസ് അല്ല. കാരണം അസറ്റാണ്, ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് പർച്ചേസ് അല്ല. അപ്പോൾ നമുക്ക് അത് ഏതിലാണ് എൻ്റർ ചെയ്യുക? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വരുന്ന കേസിൽ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുമ്പോൾ കാശ് കൊടുത്താണ് വാങ്ങണേന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റിൽ കാണിച്ചാൽ മതി. ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് കാശ് പോവല്ലേ ചെയ്തിരിക്കുന്നത്, പേയ്മെൻറ്റിൽ കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് എടുക്കുക. പേയ്മെൻറ്റ് എടുത്തതിന് ശേഷം വൗച്ചർ ആഡ് ചെയ്യുക. ഡേറ്റ് സെലക്ട് ചെയ്യണം. ഡേറ്റ് വന്നിരിക്കുന്നത് April 3 ആണ്. ഡേറ്റ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് എന്നുള്ളത് കൊടുക്കണം. ഡെബിറ്റ് അക്കൗണ്ട് ഇവിടെ ഏതാണ്? മെഷീനറി അക്കൗണ്ടാണ്. മെഷീനറി അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ടാണ് ക്രെഡിറ്റ്. ക്യാഷ് അക്കൗണ്ടും സെലക്ട് ചെയ്തു. എത്ര എമൗണ്ടാണ്? എമൗണ്ട് 7,000 ആണ്. അതും കൊടുക്കുക. സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ട്രാൻസാക്ഷനും സേവായി. ഇനി അടുത്ത വൗച്ചർ എന്ന് പറയുന്നത് സാലറി പെയ്ഡ് ആണ്. ഇപ്പോൾ സാലറി അക്കൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതിലാണ് അത് വരിക? ആലോചിച്ച് നോക്കിയേ. നെക്സ്റ്റ് പെയ്ഡ് സാലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി കൊടുത്തു. അപ്പോൾ അത് ഏതിലാണ് വരിക? കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്, പേയ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതേ വൗച്ചർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്ക് അടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ ഡേറ്റ് നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. April 15 ആണ് അതിൻ്റെ ഡേറ്റ്. അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം
ഡെബിറ്റ് അക്കൗണ്ട് ഏതാണെന്ന് നോക്കുക. ഏതാണ് ഡെബിറ്റ് അക്കൗണ്ട്? സാലറി അക്കൗണ്ടാണ് ഡെബിറ്റ്. അപ്പോൾ സാലറി അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എവിടേക്കാണ് ക്രെഡിറ്റ് വന്നിരിക്കുന്നത്? ക്യാഷ് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ്. കാരണം ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് കാശ് പോകുന്നത്. എത്ര കാശാണ് കൊടുത്തിരിക്കുന്നത്? 4600. അതവിടെ എൻ്റർ ചെയ്യുക. സേവ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷനും നമ്മുടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ് 2005 April 20 റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ റെൻറ്റ് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതിലാണ് വരിക? റെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നതും പേയ്മെൻറ്റിൽ തന്നെയല്ലേ വരിക? റെൻറ്റ് കൊടുക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ എൻ്റർ ചെയ്താൽ മതി. ഡേറ്റ് മാറ്റി കൊടുക്കുക. April 20 ആണ്. ദെൻ റെൻ്റ് അക്കൗണ്ടാണ് ഡെബിറ്റ്. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ക്രെഡിറ്റ് ക്യാഷാണ്. ക്യാഷ് സെലക്ട് ചെയ്തു. എമൗണ്ട് എന്ന് പറയുന്നത് 400 രൂപയാണ്. ആ 400 അവിടെ ടൈപ്പ് ചെയ്തു. സേവ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ആ പേയ്മെൻറ്റും നടന്നു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കാശ് കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമുക്ക് കാശ് കിട്ടി. റെസിപ്റ്റാണ്. അപ്പം നമുക്ക് വീണ്ടും റെസിപ്റ്റ് വൗച്ചർ എടുക്കണം. ബാക്ക് അടിക്കുക. റെസിപ്റ്റ് വൗച്ചർ എടുക്കുക. റെസിപ്റ്റ് വൗച്ചറിൽ ആഡ് കൊടുക്കുക. റെസിപ്റ്റ് എന്താണ്? കമ്മീഷൻ റിസീവ്ഡ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ? ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ April 25. അപ്പോൾ നമുക്ക് അടുത്ത ഇത് എൻ്റർ ചെയ്യാം. കമ്മീഷൻ റിസീവ്ഡ് റെസിപ്റ്റിലാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഡേറ്റ് കൊടുത്തു 25/4/2005. ഇനി ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്രെഡിറ്റ് ആയിരിക്കുന്നത് കമ്മീഷൻ റിസീവ്ഡ് ആണ് അല്ലേ? അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഡെബിറ്റ് ആയിരിക്കുന്നത് ക്യാഷ് അക്കൗണ്ടിലേക്കാണ്. എത്ര കാശാണ്? 600 രൂപ. 600 രൂപ കൊടുത്തു. സേവ് ചെയ്തു. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് കിട്ടി. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? വിത്ഡ്രോ ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് ₹1400. അപ്പോൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് 1400 രൂപ വിത്ഡ്രോ ചെയ്തു. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടാണ് അവിടെ വരുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് അതുപോലെ ക്യാഷ് അക്കൗണ്ടും അല്ലേ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റും ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റുമാണ്. ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് കാശ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് കാശ് കൊടുക്കുക ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്താ വരിക? ഏത് വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടി വരിക? പേയ്മെൻറ്റിൽ. അപ്പോൾ ബാക്ക് അടിക്കുക. പേയ്മെൻറ്റ് വൗച്ചർ എടുക്കുക. ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. പേയ്മെൻറ്റ് വൗച്ചറിൽ നമുക്ക് എന്താ വേണ്ടത്? പേയ്മെൻറ്റ് വൗച്ചറിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റും ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റും കാണിക്കണം. അപ്പോൾ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ എന്നാണ്? April 30. ഡേറ്റ് കൊടുക്കുക. April 30 കൊടുക്കുക. ഡെബിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ടാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ക്രെഡിറ്റ് അക്കൗണ്ട് ക്യാഷാണ്. ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. എത്ര എമൗണ്ടാണ്? 1400. സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാമ്പിളിലുള്ള എല്ലാ വൗച്ചേഴ്സും നമ്മൾ എൻ്റർ ചെയ്തു അല്ലേ? അപ്പോൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളതെല്ലാം കാണാം. മെഷീനറി അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട്, ഇതെല്ലാം പേയ്മെൻറ്റാണ്. അതുപോലെ വൗച്ചേഴ്സിൻ്റെ ബാക്ക് സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വൗച്ചറിലും എത്ര എണ്ണം വെച്ച് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെന്നും കാണാൻ പറ്റും. റെസിപ്റ്റ് 2, പേയ്മെൻറ്റ് 4, പർച്ചേസിൽ 1, അങ്ങനെ മൊത്തം 7 വൗച്ചറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്ത ആ ജേണലിനെ നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ടാലി സോഫ്റ്റ്വെയറിലെ വൗച്ചേഴ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും അക്കൗണ്ടിങ് പഠിച്ചപ്പോൾ
ജേണൽ ഉണ്ടാക്കി, ലെഡ്ജർ ഉണ്ടാക്കി, ട്രയൽ ബാലൻസ് ഉണ്ടാക്കി അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഇനി അതൊന്നും വേറെ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമ്മളിത് ഡാറ്റ കൊടുക്കുമ്പോൾ തന്നെ അത് കറസ്പോണ്ടിങ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം എടുത്ത് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ ട്രയൽ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ 2 കോളം ട്രയൽ ബാലൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി അത് കാണിക്കും. ആ ട്രയൽ ബാലൻസ് സ്ക്രീൻ കാണിക്കും. അതായത് നമ്മൾ കൊടുത്ത ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളും ക്യാഷ്, ക്യാപിറ്റൽ, പർച്ചേസ്, അത് ദെൻ ഡെബിറ്റ്, ഏതൊക്കെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് വന്നു, ഏതൊക്കെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വന്നു, ടോട്ടൽ 20,600 എമൗണ്ട് നമുക്ക് കിട്ടി. മനസ്സിലായോ? ആ ടോട്ടൽ രണ്ടിലും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അത് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് സെയിം ആയിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് വൗച്ചർ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജേണൽ എൻട്രി മാത്രമാണ് സോഫ്റ്റ്വെയറിൽ ചെയ്യാനുള്ളൂ. വേറെ ട്രയൽ ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ലെഡ്ജറിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. മനസ്സിലായോ? ലെഡ്ജർ ബാലൻസ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. മാസ്റ്റേഴ്സിലല്ലേ ലെഡ്ജർ കണ്ടത്? അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ